മലപ്പുറത്ത് ജയിച്ചവർ വർഗീയവാദികളാണെന്ന പരോക്ഷാക്ഷേപവുമായി മന്ത്രി സജി ചെറിയാൻ. മതേതരത്വം പറഞ്ഞ CPM-ന്റെ ഒറ്റ സ്ഥാനാർത്ഥി പോലും ജയിച്ചില്ലെന്ന് സജി ചെറിയാൻ പറഞ്ഞു. CPM നിർത്തിയ മുസ്ലിം സ്ഥാനാർത്ഥി പോലും തോറ്റു. മതേതരത്വം പറഞ്ഞ CPM മലപ്പുറത്ത് ജയിക്കേണ്ടേയെന്നും മലപ്പുറത്ത് ജയിക്കുന്നത് മുസ്ലിം ലീഗും അവർ പിന്തുണച്ചവരുമാണെന്നും സജി ചെറിയാൻ പറഞ്ഞു. ചില സ്ഥലങ്ങളിൽ വർഗീയതയോട് സമരസപ്പെടുന്നത് വളരുകയാണ്. ലീഗും BJP-യും സമാധാന ജീവിതം ഇല്ലാതാക്കുന്നു. മറ്റു ജില്ലകളിലെ കാര്യം പറയാത്തത് എന്തെന്ന ചോദ്യത്തോട് ക്ഷുഭിതനായി മന്ത്രി പ്രതികരിച്ചു. സംസാരിക്കരുത്. നിങ്ങൾ ഒരു മതേതരവാദിയാണ്. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞതിനെ പറ്റി കൃത്യമായി ക്ലാരിഫൈ ചെയ്തു. ഏതെങ്കിലും ഒരു വിഭാഗത്തെ പറ്റില്ല. നിങ്ങൾ അവിടെ BJP-ക്ക് ജയിച്ച ആളുടെ പേരും ലീഗിന് വേണ്ടി ജയിച്ച ആളുടെ പേരും നോക്കിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. മലപ്പുറം കാസർഗോഡ് മാത്രം എടുത്ത് പറയുമ്പോൾ സമൂഹത്തിൽ അത് ബ്രാക്കറ്റ് ചെയ്ത് പറയല്ലേ, രണ്ട് ജില്ലകളെ മാത്രം. മലപ്പുറം കാസർഗോഡും വരുമ്പോൾ വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്ന പരിപാടിയല്ലേ. അല്ലെങ്കിൽ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ മാറാടും തലശ്ശേരിയും പറയുന്നതാണ്. ഇത് CPM-ന്റെയും കൂടെ നിലപാടാണ്. ഞാനിപ്പോൾ പറഞ്ഞ എൻ്റെ പാർട്ടി നിലപാട്. അതായത് ജമാഅത്തെ ഇസ്ലാമിയെ UDF കൂട്ടിക്കൊണ്ടുപോവുക. സജി ചെറിയാൻ ഒരു വിവാദ പരാമർശം നടത്തി. അതായത് മലപ്പുറത്തെയും കാസർഗോഡെയും ലിജോ റോളൻസും സേഫ് സൈൻ ലാബ്ദിനും വിവരങ്ങളുമായി ചേരുന്നു. അതിൽ ലിജോ സജി ചെറിയാൻ എങ്ങനെയാണ് ഈ അദ്ദേഹത്തിന് ഇന്നലത്തെ പ്രതികരണം വിശദീകരിച്ചത്? ഇന്ന് കൊല്ലത്ത് ആശ്രാമത്ത് SN സമുച്ചയത്തിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടിക്ക് വേണ്ടിയാണ് സജി ചെറിയാൻ അവിടെ എത്തിയത്. ആ സമയത്താണ് പ്രതികരണം ചോദിക്കുന്നത്. അതായത് കൃത്യമായി മറുപടി നൽകണം എന്നുള്ളത് എഴുതി തയ്യാറാക്കി തന്നെയായിരുന്നു സജി ചെറിയാൻ എത്തിയിരുന്നത്. കാസർഗോഡത്തെ ആ സീറ്റുകളുടെ എണ്ണം, മലപ്പുറത്തെ സീറ്റുകളുടെ എണ്ണം ഉൾപ്പെടെ എഴുതിയായിരുന്നു വന്നിരുന്നത്. ആ ചോദ്യത്തിന് പറഞ്ഞത് താൻ പറഞ്ഞ കാര്യമല്ല പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, താൻ വർഗീയപരമായ ഒരു പരാമർശം നടത്താനല്ല ശ്രമം നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. പക്ഷെ അതിനുശേഷം പറഞ്ഞ കണക്കുകൾ 39 സീറ്റുകൾ ഉള്ളയിടത്ത് മതേതരത്വം പറഞ്ഞ തങ്ങൾക്ക് 1 സീറ്റും കോൺഗ്രസിന് 2 സീറ്റും ലഭിച്ചപ്പോൾ അവിടെ മുസ്ലിം ലീഗിന് 22 സീറ്റും തീവ്ര വർഗീയത പറഞ്ഞ BJP-ക്ക് 12 സീറ്റും ലഭിച്ചു. താൻ അതിനെയാണ് ചൂണ്ടിക്കാട്ടാനുള്ള ഒരു ശ്രമം നടത്തിയെന്നാണ് പറഞ്ഞത്. എന്നാൽ അതിനുശേഷമുള്ള ചോദ്യങ്ങൾക്ക് വളരെയധികം പ്രകോപിതനായിക്കൊണ്ടായിരുന്നു മറുപടി പറയാൻ തയ്യാറാക്കാത്ത രീതിയിൽ അവിടെ നിന്നും നടന്നു പോകാൻ ശ്രമിച്ചത്. ചോദ്യം ഇതായിരുന്നു: ലീഗിൽ മത്സരിച്ച് ജയിച്ചവരെല്ലാം വർഗീയവാദികളായിരുന്നു എന്നുള്ള ഒരു ചോദ്യമായിരുന്നു ചോദിച്ചത്. പക്ഷെ അതിന് ഒരു മറുപടി പറയാൻ തയ്യാറാക്കില്ല. താൻ പറയാത്ത കാര്യങ്ങളൊക്കെ എന്തിനാണ് തന്നെ കൊണ്ട് പറയിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിൽ ആ മൈക്ക് തട്ടി മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് സജി ചെറിയാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കൂടുതൽ അതായത് ഈ കേരളത്തിലും രാജ്യത്തുമെല്ലാം തന്നെ ഈ മതേതരത്തെ ചേർത്ത് നിർത്തുന്ന നിലപാട് സ്വീകരിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൽ തന്നെ ഈ കലാപങ്ങൾ ഉണ്ടായപ്പോൾ ഒരു ഘട്ടത്തിൽ ഇനി ആ മാറാട് കലാപം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പറയരുത് എന്ന് പാർട്ടി തന്നെ നേരത്തെ ഒരു തീരുമാനമെടുത്തതായാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇവിടെ പോലും ആര് ഭരിച്ചപ്പോഴാണ് കേരളത്തിൽ കൂടുതൽ കലാപങ്ങൾ ഉണ്ടായത്, അതിനെയൊക്കെ ഒന്ന് കെടുത്താൻ ശ്രമിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ എന്നുള്ള രീതിയിൽ പരാമർശമുണ്ടായി. ആദ്യഘട്ടത്തിലൊക്കെ എഴുതി തയ്യാറാക്കിയ രീതിയിൽ പറയാൻ കഴിഞ്ഞുവെങ്കിലും പിന്നീടുള്ള ഘട്ടത്തിൽ മന്ത്രിയുടെ കൈവിട്ടു പോയി. കാര്യം കൂടുതൽ ചോദ്യങ്ങൾ വന്നതോടുകൂടെ അതിന് എത്തരത്തിൽ മറുപടി പറയണം, താൻ പറഞ്ഞ രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുകയും കൃത്യമായി മറുപടികളില്ലാത്തതിനെ തുടർന്ന് അവിടെ നിന്ന് നടന്നു പോവുകയാണ് ചെയ്തത്. ഈ വർഗീയ വോട്ടുകൾ കൊണ്ടാണോ ലീഗ് ജയിച്ചത് എന്ന ചോദ്യത്തിന് പോലും കൃത്യമായ ഒരു മറുപടി നൽകിയില്ല. താൻ അതൊന്നുമല്ല ഉദ്ദേശിച്ചത്. ഈ തീവ്ര വർഗീയത അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയതയെ നേരിടാനായി ന്യൂനപക്ഷ വർഗീയതയെ കൊണ്ട് കഴിയില്ല എന്നാണ് താൻ പറയാൻ ഉദ്ദേശിച്ചത്. അതിന് വേണ്ടി വേറൊന്നുമല്ല, ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് ശതമാനം ഉൾപ്പെടെയുള്ളവ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന് കഴിയുമെന്നുള്ള രീതിയിലാണ് മന്ത്രി സജി ചെറിയാൻ ഒരു പ്രതികരണം നടത്തിയത്. അജിംസ്, ലിജോ റോളൻസാണ് വിവരങ്ങൾ നൽകിയത്. സേഫ് സൈൻ ലാബിലേക്ക് വീണ്ടും. സേഫ്, അല്പം മുമ്പ് MV ഗോവിന്ദൻ മാസ്റ്റർ ഇതേക്കുറിച്ച് പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം മൗനമായിരുന്നു. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യങ്ങൾക്ക് അതേ രീതിയിൽ തന്നെയുള്ള പ്രതികരണങ്ങൾ AK ബാലന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ സജി ചെറിയാന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകുന്നു. ഇത് CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു വീഴ്ചയാണോ, നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചയാണോ, അതല്ല ഇത് ഇങ്ങനെ തന്നെ പോട്ടെ എന്നാണോ CPM-ന്റെ നിലപാട്? വീഴ്ചയെന്ന് നമുക്ക് ഒറ്റ വാക്കിൽ അങ്ങനെ പറഞ്ഞു കളയാൻ കഴിയില്ലെന്ന് തോന്നുന്നു അജിംസ്. കാരണം ഒരേ വാചകങ്ങൾ തന്നെ, ഒരേ രീതിയിലുള്ള, ഒരേ ടോണിലുള്ള വാചകങ്ങൾ തന്നെ, ഒരേ അർത്ഥം വരുന്ന വാചകങ്ങൾ തന്നെ വിവിധ നേതാക്കൾ പറയുമ്പോൾ അത് വാവിട്ട വാക്കായി നമുക്കതിനെ കാണാൻ കഴിയില്ല. സജി ചെറിയാനാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പോയി എന്തെങ്കിലുമൊക്കെ വന്ന് ചേരാറുണ്ട്. പക്ഷേ
ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം പോലും ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ന്യായീകരണം വളരെ ദുർബലമായി പോയി എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. അത് മൊത്തം കേട്ടിട്ട് വളരെ ദുർബലമായ വാദമാണ്. ഇന്നലെ പറഞ്ഞതിനെ ഖണ്ഡിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. എ കെ ബാലൻ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലകളൊന്നും തന്നെ ഇപ്പോഴില്ല. പക്ഷേ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹം ഈ വിഷയങ്ങളിൽ എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം ഒരു പ്രതികരണം നടത്തുന്നുണ്ട്. പക്ഷേ പാർട്ടി അതിനോട് ഔദ്യോഗികമായി പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. ഇന്നിപ്പോൾ എ കെ ബാലൻ്റെ പ്രതികരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എ കെ ബാലന് ഞാനിവിടെ വെച്ച് മറുപടി പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിയുകയാണ് എം വി ഗോവിന്ദൻ ചെയ്തത്. എം വി ഗോവിന്ദനോട് നമ്മൾ ഇതേ ചോദ്യം ഇന്നലെ MAV വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അടുത്തായിട്ട് എം വി ഗോവിന്ദൻ ഉണ്ടായിരുന്നു. ഈ സജി ചെറിയാനുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ ചോദിച്ചിരുന്നു. അത് പിന്നീടാകാം എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോവുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ നായാടി മുതൽ നസ്രാണി വരെ ഉള്ള ഐക്യം എന്ന് പറയുന്ന വെള്ളാപ്പള്ളി എന്തുകൊണ്ട് മുസ്ലിങ്ങൾ അതിനകത്ത് കൂട്ടുന്നില്ല എന്നുള്ള ചോദ്യത്തിന് എം വി ഗോവിന്ദൻ കൃത്യമായ മറുപടി നൽകുന്നില്ല. അദ്ദേഹം പറയുന്നത് ഐക്യത്തെ അവർ പറഞ്ഞ ഐക്യത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന മറുപടിക്കപ്പുറം അതിനെ എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തെ മാറ്റി നിർത്തുന്നു, അതൊരു വർഗീയ വിഭജനമല്ലേ, ഒരു സമുദായത്തെ മാറ്റി നിർത്തുന്നത് ഒരു വിഭജനമല്ലേ എന്നുള്ള ചോദ്യത്തിന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഉത്തരമില്ല. അതായത് രണ്ടുപേർ ഒരേ കാര്യം പറയുന്നു, ഒരാൾ ഉത്തരവില്ലാതെ നിൽക്കുന്നു. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബോധപൂർവ്വം സംഭവിക്കുന്നതാണ് എന്ന് വേണം അനുമാനിക്കാൻ. വെള്ളാപ്പള്ളി നടേശനെയോ SNDP യോഗം NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ ഒന്നും ഈ പാർട്ടി നേതാക്കൾ ആരും തള്ളിപ്പറയും എന്ന് നമുക്ക് കരുതാനും വയ്യ. അത് രമേശ് ചെന്നിത്തലയായാലും എം വി ഗോവിന്ദനായാലും അതുപോലെ തന്നെ CPM-ന്റെ മറ്റ് നേതാക്കന്മാരായാലും എല്ലാം സമാനമായ രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഇന്നലെ MA ബേബിയോട് വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ കൃത്യമായി ചോദിച്ചിരുന്നു. അതിന് MA ബേബി ഒരു കാരണം കണ്ടെത്തിയിട്ടുണ്ട്. MA ബേബി പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളെയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, അത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചരണം നടത്തിയാൽ നമ്മൾ അതിനെ എതിർക്കുക, അതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല എന്ന വാചകം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ CPM-ന്റെ മറ്റ് നേതാക്കന്മാരാരും അങ്ങനെ ഒരു ഷാർപ്പായ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് അവരുടെ ക്ലാരിറ്റി ഉള്ള നിലപാട് എന്ന കാര്യത്തിലൊരു വ്യക്തത CPM-ന്റെ മറ്റ് സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള മറ്റ് നേതാക്കന്മാരാരും കൊണ്ടുവരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിപ്പോൾ ഇന്നലെയും തുടങ്ങിയതല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് തുടങ്ങിയിട്ട് വർഷം കഴിയുന്നു. ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് നമ്മൾ പുറകോട്ട് പോയി നോക്കണം. അത് രാജ്യസഭാ സീറ്റിൻ്റെ ഒഴിവ് വരുന്ന സമയത്താണ് വെള്ളാപ്പള്ളി ഇങ്ങനെ തുടങ്ങി വെക്കുന്നത്. രാജ്യസഭാ സീറ്റിൻ്റെ ഒഴിവ് വരുന്നു, CPM കയ്യിലുണ്ടായിരുന്ന സീറ്റ് ജോസ് കെ മാണിക്ക് കൊടുക്കുന്നു, CPI ആണെങ്കിൽ PP സുനീറിന് സീറ്റ് കൊടുക്കുന്നു. മുസ്ലിം ലീഗ് ആണെന്നുണ്ടെങ്കിൽ അത് മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ഒരാൾക്ക് ആ സീറ്റ് കൊടുക്കുന്നു, ഹാരിസ് ബീരാന് സീറ്റ് കൊടുക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ പിറ്റേന്ന് രാവിലെ കേരള കൗമുദിയിലൊരു ലേഖനം വരുന്നു, ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാം പാർട്ടികൾ ഭരിക്കുന്ന പാർട്ടികളെല്ലാം വീതിച്ച് നൽകുന്നു, ഭൂരിപക്ഷ സമുദായത്തിന് ഒന്നുമില്ല എന്ന തരത്തിലൊരു ലേഖനം വരുന്നു. ആ ലേഖനത്തിൻ്റെ തുടർച്ചയെന്നോണം അത് 5-6 ദിവസം വരുന്നുണ്ട്. അവിടെയാണ് വെള്ളാപ്പള്ളിയെ നേരിടാൻ വേണ്ടിയുള്ള തീരുമാനം പാർട്ടി സംസ്ഥാന നേതൃത്വം എടുത്തത്. പക്ഷേ അത് ആ രീതിയിൽ മുന്നോട്ട് പോയില്ല. പിന്നെ കുറച്ച് നാൾ ഒരു അനക്കമില്ലാതെ ഇരുന്നതാണ്. പിന്നീടാണ് അദ്ദേഹം മലപ്പുറത്ത് ശ്വാസം മുട്ടുന്നു, ജീവിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ വെള്ളാപ്പള്ളി പറയുന്നത്. അതിൻ്റെ തുടർച്ച ഇങ്ങനെ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണമായാലും അതിനോട് NSS-നെ കൂടെ കൂട്ടുക എന്നുള്ള തന്ത്രം കൂടി വിജയിച്ചിട്ടുണ്ട്. അത് വെള്ളാപ്പള്ളി ബോധപൂർവം ചെയ്തതാണ് എന്ന് വേണം അനുമാനിക്കാൻ. അത് താൻ ഒറ്റയ്ക്കല്ല, അത് ഇവരും കൂടെ വരട്ടെ, NSS കൂടെ വരട്ടെ, അതിനെ ഒരു ശത്രുവിനെ രണ്ടുപേർ ഒരുമിച്ച് ഇന്ന് നേരിടാം എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്തായാലും സജി ചെറിയാനുമായി ബന്ധപ്പെട്ട വാചകം അത് സാധാരണ വാവിട്ട് പോകുന്ന ആളാണ് സജി ചെറിയാനെങ്കിലും ഇത് വാവിട്ട് പോയതായി നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ബോധപൂർവം തന്നെ പറഞ്ഞതാണ്. 2 ജില്ലയുടെ പേരെടുത്ത് തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. മതേതരത്വം പറഞ്ഞ ഞങ്ങൾക്ക് പൊന്നാനിയിൽ എന്ത് കിട്ടി എന്നുള്ള ചോദ്യം ഉന്നയിക്കുമ്പോൾ അത് വാവിട്ട് പോയതായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. കാരണം ഇത് പഠിച്ചിട്ടാണല്ലോ, ഓരോ സ്ഥലത്തും ആരൊക്കെയാണ് ജയിച്ചതെന്ന് പഠിച്ചിട്ടാണല്ലോ അദ്ദേഹം അത് പറയുന്നത്. അത് ബോധപൂർവ്വം പറയാൻ വേണ്ടി തീരുമാനം എടുത്തതാണ് എന്ന് വേണം അനുമാനിക്കാൻ. അതിനെ തള്ളി പറയാൻ വേണ്ടി CPM നേതാക്കളായി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതൊരു വർഗീയ സജി ചെറിയാൻ തുടക്കമായിട്ട് മാത്രമല്ലേ സേഫിലേക്ക്